ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GT4 ടുമോറോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ലതയും മിസ്റ്റർ വസീമും ഫാമിലിയും കൂടി ഷാർജ മലിഹ റോഡ് വഴി ഒരു റോഡ് ട്രിപ്പിന് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിയിലാണുള്ളത്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ അൽഖസ്മെ യൂണിവേഴ്സിറ്റിയും സ്കൈലൈൻ യൂണിവേഴ്സിറ്റി കോളേജും കാണാം. വളരെ മനോഹരമായ ഒരു വീഥിയാണ് ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിക്കുള്ളത്. ലോകത്തുള്ള എല്ലാ പ്രധാന യൂണിവേഴ്സിറ്റികളും ഇവിടെയുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഭംഗിയായും നിരനിരയായി നട്ടിരിക്കുന്ന ഈന്തപ്പനകളും ഒപ്പം പല വർണ്ണത്തിൽ പൂക്കളുണ്ടാകുന്ന ചെടികളും നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയായി. ഇവിടെ നിന്നും വലത്ത് തിരിഞ്ഞാണ് അൽഖസ്മിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടത്. റോഡിൻ്റെ ഇടതുവശത്തായി കാണുന്നത് ഹയർ കോളേജസ് ഓഫ് ടെക്നോളജിയുടെ കെട്ടിടങ്ങളാണ്. ഇപ്പോൾ വലതുവശത്തായി കാണുന്നതാണ് അൽഖസ്മിയ യൂണിവേഴ്സിറ്റി. വലതുവശത്തായി ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്കൈലൈൻ യൂണിവേഴ്സിറ്റി കോളേജാണ്. കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയുടെ ബിൽഡിങ്ങുകളാണ്. വലതുവശത്തായി ഇപ്പോൾ നമ്മൾ കാണുന്ന സ്വർണ്ണ മകുടമുള്ള ബിൽഡിംഗ് ഷാർജ അക്കാഡമി ഓഫ് അസ്ട്രോണമി, സ്പേസ് സയൻസസ് ആൻഡ് ടെക്നോളജിയുടേതാണ്. കാണുന്നത് മാർട്ടിയേഴ്സ് മോണുമെന്റ് ആണ്. തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാരുടെ സ്മരണാർത്ഥം പണിതിട്ടുള്ളതാണ്. കാണുന്നത് പബ്ലിക് ലൈബ്രറിയും ഡോക്ടർ സുൽത്താൻ അൽ ഖാസ്മി സെൻറ്റർ ഓഫ് ഗൾഫ് സ്റ്റഡീസും സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങുകളാണ്. ഞങ്ങളിപ്പോൾ ഈ ബ്രിഡ്ജിന് മുകളിൽ കൂടി പോയി മലിഹ റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ബ്രിഡ്ജിനെ യൂണിവേഴ്സിറ്റി ഇന്റർചേഞ്ച് 1 എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ വലതുവശത്തായി കാണുന്നത് എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസിന്റെ ബിൽഡിംഗാണ്. റോഡിന്റെ ഇടതുവശത്തായി കാണുന്നത് യൂണിവേഴ്സിറ്റി സിറ്റി ഹാളാണ്. റോഡിന്റെ വലതുവശത്തായി നിരവധി ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്റർനാഷണൽ സ്കൂളുകളും കാണാം. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനായി മെയിൻ റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ്.
ഇവിടുത്തെ എല്ലാ പെട്രോൾ സ്റ്റേഷനുകളിലും നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ധനം നിറച്ചു വീണ്ടും മലിഹ റോഡിലേക്ക് കയറുക. ട്രാഫിക് നിയമലംഘകരെ പിടികൂടാനായി എല്ലായിടത്തും അത്യാധുനിക ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വലതുവശത്തായി ഇപ്പോൾ കാണുന്നത് അമേരിക്കൻ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിന്റെ ബിൽഡിംഗാണ്. റോഡിന്റെ വശങ്ങളിൽ വളരെ ഭംഗിയുള്ള പൂക്കളോടുകൂടിയ ചെടികൾ നട്ടുവളർന്നു. ഇടതുവശത്തായി കാണുന്നതൊക്കെ പാർപ്പിട സമുച്ചയങ്ങളാണ്. സുഹൃത്ത് മിസ്റ്റർ വസീം ഇപ്പോൾ കാർ 100-120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളുടെയും കാറുകൾ UAEയുടെ നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ E611 എമിറേറ്റ്സ് റോഡിൽ എത്തിച്ചേരും. അവിടെ നിന്നും വലത്ത് തിരിഞ്ഞു പോയാൽ ദുബായ്, ജബൽ അലി, അബുദാബി എന്ന
സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. കൃത്യമായ റോഡ് മാർക്കുകളും ബോർഡുകളും ഉള്ളതിനാൽ ഇവിടെ വാഹനം ഓടിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. ഇടതുവശത്തായി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷാർജ മോസ്ക് ആണ്. ഇത് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് കഴിഞ്ഞാലുള്ള വലിയ മോസ്കാണിത്. നമ്മൾ തിരികെ വരുമ്പോൾ ഇതിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ മുകളിൽ കാണുന്നതാണ് E611 എമിറേറ്റ്സ് റോഡ്. അത് കഴിയുമ്പോഴുള്ള റൈറ്റ് എടുത്താൽ ഷാർജ മോസ്കിലേക്കും റഹ്മാനിയ, ഉമ്മൽഖൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കും പോകുവാൻ സാധിക്കും.
ഇപ്പോൾ വലതുവശത്തായി ഒട്ടകങ്ങൾ മേയുന്നത് കാണാൻ സാധിക്കും. ഇടതുവശത്തായി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ ജലസേചനം നൽകിയാണ് അതിനെ പരിപാലിക്കുന്നത്. അവിടെ ആ മണൽ കാറ്റത്ത് പറന്നു പോകാതെ തടഞ്ഞു നിർത്തുന്നു. നമ്മളിപ്പോൾ മലീഹ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. മലീഹയിലെ ഇവിടെയുള്ള മലകളിലാണ് ട്രക്കിങ്ങിന് വേണ്ടി ആൾക്കാർ പോകാറുള്ളത്.
ഇപ്പോൾ വലതുവശത്തായി കാണുന്നതാണ് ഫ്രൈഡേ മാർക്കറ്റ് അഥവാ സുക്കൽ ജുമ. ദൂരെയായി വലിയ മലകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ റോഡെ നമ്മൾ നേരെ പോയാൽ കൽബയിൽ എത്തിച്ചേരും. എല്ലായിടത്തും തകൃതിയായി റോഡ് വികസനം നടക്കുന്നത് കാണാം. നമ്മളങ്ങനെ മലമടക്കുകൾക്കിടയിലേക്ക് കയറുകയാണ്. ഇവിടെയെല്ലാം ധാരാളം കരിങ്കൽ ക്വാറികളുള്ള സ്ഥലങ്ങളാണ്.
കുറച്ചുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയി യു ടേൺ എടുത്ത് എതിർദിശയിലൂടെ വരാൻ പോവുകയാണ്. ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ് ഒരു മലയുടെ അടിവാരത്തുള്ള കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി. മഴ പെയ്യുമ്പോൾ മലയിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങി ചെറിയ ഒരു തടാകം പോലെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. പക്ഷേ ഇപ്പോൾ മഴയില്ലാത്ത കാരണത്താൽ എല്ലാം വെള്ളമില്ലാതെ ഉണങ്ങിക്കിടക്കുകയാണ്. ഒരു മരത്തണലിൽ ഇരിക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തു. മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. അതിൽ നല്ല തണലുള്ള ഇടം നോക്കി ഞങ്ങൾ തറയിൽ മാറ്റ് വിരിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങി. ഞങ്ങളുടെ താമസ സ്ഥലത്തു നിന്നും ഏകദേശം 100 കിലോമീറ്റർ വാഹനം ഓടിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന ഭക്ഷണം കഴിച്ച് അല്പസമയം വിശ്രമിക്കാം എന്നും കൂടിയാണ് കരുതുന്നത്. ലതയും വസീം സാറും കുടുംബവും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മുജദ്ര എന്ന ഫേമസ് അറബിക് ഫുഡാണിത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണിത്. മുജദ്രയ്ക്കൊപ്പം സലാഡും കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് വിശ്രമിച്ചു. അതിനുശേഷം ആ ചെറിയൊരു മലയുടെ മുകളിൽ കയറണമെന്നൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിന് മുകളിൽ കയറി. മലയുടെ മുകളിൽ കയറിയപ്പോൾ ഹൈവേയിൽ കൂടി വാഹനങ്ങൾ ചിരിപ്പാഞ്ഞു പോകുന്നത് കാണാം. വസീം സാറും കുടുംബവും ലതയും താഴെ നിന്നും കയറി വരുന്നുണ്ട്.
ഇത് കുഴിയാന അല്ലെങ്കിൽ ആൻലയൺ ലാർവയുടെ കുഴിയാണ്. ഞാൻ പണ്ട് വിചാരിച്ചത് കുഴിയാന നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ ഈ ചൂടത്ത് ഈ മലമുകളിൽ ഇതിൻ്റെ കുഴി ധാരാളമുണ്ട്. തുമ്പി അഥവാ ആനപ്പക്കിയുടെ ലാർവയാണ് ഈ കുഴിയാന. അനേകം ആൾക്കാർ തങ്ങളുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമോ അല്ല എങ്കിൽ ബാർബിക്യൂവിന് തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ബാർബിക്യൂ ചെയ്ത് കഴിക്കുന്നവരുണ്ട്. ഞങ്ങൾ ആ മലമുകളിൽ കുറച്ചു നേരം ചിലവഴിച്ചു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മലകൾക്കിടയിലൂടെ വരുന്ന ശക്തിയായ കാറ്റ് അന്തരീക്ഷമാകെ പൊടി നിറച്ച് കടന്നുപോയി. ഇനി ഞങ്ങൾ തിരികെ പോവുകയാണ്. മിസ്റ്റർ വസീം വണ്ടിയുമായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ അതിൽ കയറി തിരികെ യാത്ര തുടർന്നു. ഈ മലകൾക്കിടയിലൂടെ ഉള്ള യാത്ര വലിയൊരു അനുഭവമാണ്. ഇടയിലുള്ള സമതല പ്രദേശങ്ങളിൽ ഒട്ടകങ്ങൾ അവിടെ മേഞ്ഞു നടക്കുന്നുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ ഷാർജ മോസ്ക് ആണ് മുമ്പിലായി കാണുന്നത്. ഷാർജ മോസ്കും പരിസരവും വളരെ ഭംഗിയുള്ളതാണ്. അനേകം വിനോദസഞ്ചാരികളും ദിവസവും ഇവിടെ വരാറുണ്ട്. മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളതിനാൽ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. പിന്നീട് ഒരു ദിവസം ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും.
അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരികെ ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി പരിസരം ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഈന്തപ്പനകൾ കൊണ്ടും പുൽത്തകിടിയാലും അലങ്കരിച്ചിരിക്കുന്നതിനാൽ ധാരാളം ആൾക്കാർ കുടുംബസമേതം ഇവിടെ എത്താറുണ്ട്. നമ്മൾ ഇതുവഴി മലീഹയ്ക്ക് പോകുന്ന സമയം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നല്ല ഒരു ഇടം നോക്കി ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അന്തിവെയിലടിച്ചപ്പോൾ എത്ര മനോഹരമായിരിക്കുന്നത് കാണാം. ഈന്തപ്പനകൾക്കും ചെടികൾക്കും ഡ്രിപ്പ് ഇറിഗേഷൻ നൽകുന്നു. പുൽത്തകിടികളെല്ലാം വെട്ടി മനോഹരമായിട്ട് വെച്ചു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈന്തപ്പന സാധാരണയായി പൂക്കാറുള്ളത്. ഇത് ഡേറ്റ്സ് ഉണ്ടാകാനുള്ള പെൺപൂക്കുലയാണ്. ആൺപൂക്കുല ഉണ്ടാകുന്ന വൃക്ഷം വേറെയാണ്. ഇതാണ് ആൺപൂക്കുല ഉണ്ടാകുന്ന ഈന്തപ്പന. ഇതിൻ്റെ പൂങ്കുല മറ്റതിൽ നിന്നും വ്യത്യസ്തമാണ്. ആൺപൂക്കുല അറുത്തു കൊണ്ടുപോയി പെൺ ഈന്തപ്പനയിൽ കെട്ടിവയ്ക്കുകയോ അല്ലായെങ്കിൽ പെൺ ഈന്തപ്പനയുടെ പൂങ്കുലകളിൽ ആൺ ഈന്തപ്പനയുടെ പൂങ്കുല കുടയുകയോ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല ഈന്തപ്പഴം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഈന്തപ്പഴം ഉണ്ടാകും, പക്ഷെ അതിന് നല്ല രുചിയോ വലിപ്പമോ ഉണ്ടാകുകയില്ല.
സൂര്യൻ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് അല്പനേരം വിശ്രമിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. അടുത്ത വീഡിയോ ദുബായ് ജബൽ അലിയിൽ നിന്നും ഷാർജയിലേക്കുള്ളതാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.